നമസ്കാരം. ഇന്ന് അപസ്മാര ദിനം. തലച്ചോറുകൾ ന്യൂറോൺ എന്ന് പറയുന്ന കോശങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ ന്യൂറോണുകൾക്കുണ്ടാകുന്ന അമിതമായ ഉത്തേജനമാണ് ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരം എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഈ ന്യൂറോണുകളിലെ വൈദ്യുത തരംഗങ്ങളിലെ താളങ്ങൾക്കുണ്ടാകുന്ന ക്രമക്കേടുകളാണ് അടിസ്ഥാനപരമായി ഈ ഫിറ്റ്സിൻ്റെ കാരണം. ഈ പറയുന്ന ഫിറ്റ്സ് രണ്ട് രീതിയിലാകാം. ഒന്ന്, തലച്ചോറിന് പ്രത്യേകിച്ചൊരു പ്രശ്നം, അതായത് രണ്ടാമതൊരു രോഗത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെയോ അല്ലെങ്കിൽ രണ്ടാമതൊരു രോഗം, അതായത് ഇപ്പോൾ ട്യൂമറോ ഇൻഫെക്ഷനോ വേറെ എന്തെങ്കിലും രോഗത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിലും ഫിറ്റ്സ് ഉണ്ടാകാം. ഇതിൽ സാധാരണയായി കണ്ടുവരുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ വരുന്ന തരത്തിലുള്ള അപസ്മാരങ്ങളാണ്. അത് ഓരോ പ്രായത്തിലും ഓരോ ടൈപ്പിലാണ്. ഇപ്പോൾ സാധാരണ കണ്ടുവരുന്നതും മിക്ക ആൾക്കാർക്കും പരിചിതമായ രീതി എന്ന് പറയുമ്പോൾ നിൽക്കുന്ന ആൾ പെട്ടെന്ന് തറയിൽ വീഴുക, ബോധക്ഷയം ഉണ്ടാവുക, കണ്ണ് രണ്ടും മേലെ പോവുക, കൈയും കാലും ബലത്തോടുകൂടി പിടിക്കുക, വെട്ടിക്കൊണ്ടിരിക്കുക. ഇതായിരിക്കും പൊതുവേ എല്ലാവർക്കും എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന മാർഗം. ഇനി ഇതേ രീതിയിലല്ലാതെ, അതായത് ഇപ്പോൾ ബോധക്ഷയം വന്ന ഒരാൾ വീഴാത്ത രീതിയിൽ പോലും ഫിറ്റ്സ് വരാം. അതായത് ഇപ്പോൾ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സ്റ്റക്ക് ആവുക, കോൺടാക്റ്റ് വിടുക, അത് കുറച്ച് നേരത്തേക്ക് നീണ്ടുപോവുക. അപ്പോൾ ഇതും ഫിറ്റ്സ് ആകാം. ഇതും തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ഫിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള മാർഗം. ഇനി ഇതിൽ ഏത് രീതിയാണെങ്കിലും അടുത്ത ഒരു ന്യൂറോളജിസ്റ്റിനെ സേവനം തേടുക എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം. ഒരു ന്യൂറോളജിസ്റ്റിനെ സേവനം തേടുന്നതിലൂടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഫിറ്റ്സ് വന്നു എന്നുള്ളതായിരിക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു രണ്ടാമതൊരു രോഗത്തിൻ്റെ ലക്ഷണമാണോ അതോ ഇത് വേറൊരു രോഗത്തിൻ്റെ ഭാഗമല്ലാതെ ഇതൊരു പ്യുവർ അപസ്മാര രോഗം ആണോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫിറ്റ്സ് ആണോ എന്നുള്ളതായിരിക്കും ആദ്യം അറിയേണ്ടത്.